ഓഫീസിൽ പോവുകയാണ്. വീടിൻ്റെ ഓപ്പോസിറ്റുള്ള പള്ളി. ഇവിടെയാണ് മൈക്കിളിന് നഴ്സറി വരുന്നത്. അടുത്തുള്ള 2 ലക്ഷം കിട്ടും. സ്കൂൾ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കാണ്. 9 മണിക്ക് മുന്നേ സ്കൂളിലെല്ലാവരും വിടാൻ ഓടുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഫൈൻ അടിക്കാൻ നേരം കിട്ടുന്നത് ഫൈനാണല്ലോ മുഖ്യം. ഇത് കിഡ്വെൽസ് പാർക്ക്. ഇടയ്ക്ക് കൊച്ചിനായിട്ട് കൂടെ വരും, കളിക്കും, പിന്നെ വീട്ടിൽ പോവുകയില്ല, പിന്നെ വലിച്ചൂരിക്കൊണ്ട് പോകേണ്ടി വരും, പിന്നെ കരച്ചിലാവും. ഇത് പിന്നെ പരിപാടി. ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട്. പാർക്കിൽ പിന്നെ എല്ലാവരും വരണമല്ലോ, വരാതെ വീട്ടിൽ നിന്ന് കാര്യം. അപ്പോൾ അത് തന്നെ അകത്തൂടെ കയറി ആണ് ഓഫീസിലോട്ട് പോകുന്നത്. ദൂരം കൂടുതലാണ്. അത്യാവശ്യം വലിയ പാർക്കാണ്. ഓടാനും കൊച്ചുമക്കൾ ഫെസ്റ്റിവൽ നടത്താറ് സമ്മറിലാണ്. ഇവിടെ പീസിങ്ങിലാകെ പോകാൻ ഞാൻ ഇവിടുത്തെ ഒരു ഹോട്ടൽ ചെയിനാണ്. വേണ്ടാണ്ട് തന്നെയല്ല, എല്ലായിടത്തും ഉണ്ട്. അവിടെ പോയാലും കാണാം. പ്രീമിയറിൽ പാവപ്പെട്ടവരുടെ ഹോട്ടലെന്നാണ് പറയുന്നത്. പക്ഷേ പലപ്പോഴും റേറ്റ് വലിയ ഹോട്ടലിൻ്റെ അത്രയും റേറ്റ് തന്നെ ഉണ്ട്. എന്തായാലും എന്തോ അപ്പുറത്തോടെ പോയാൽ ഒരുപാട് നടക്കാനുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ കടയ്ക്കകത്തൂടെ കയറി അപ്പുറത്തെ കിട്ടണം. അതിനകത്തൊക്കെ കയറി ഉള്ളിക്ക് അപ്പുറത്തിറങ്ങും. കടലെ കാഴ്ച കാണാം. പാൻകെട്ടിയാണ് പ്രത്യേകിച്ച്. ഇവിടെ പിന്നെ എല്ലാത്തിനും ഡേയ്സ് ആവുക. ഇതിലേ പോകുമ്പോഴാണ് ഞാൻ മിറർ നോക്കുന്നത്. ലോങ് മിറേഴ്സ് ഇല്ലാത്തതുകൊണ്ട് കടയിൽ വന്നാണ് നോക്കാതെ. അതുകൊണ്ട് അങ്ങനെ അപ്പുറത്തിറങ്ങി. അല്ല ഇത്രയും പറഞ്ഞെങ്കിൽ 5 മിനിറ്റ് കൂടുതൽ എടുക്കും. മടിയല്ല, പറഞ്ഞുണ്ടല്ലോ. ഇതാണ് ഇവിടുത്തെ എല്ലാവരുടെയും ചായക്കട. ക്രോഷോണ്ടും കാപ്പിയും ഡോണറ്റും ഒക്കെ ഉണ്ട്. ഒട്ടും കടലൊന്നുമില്ല, ഇല്ല. അതാ മുന്നോട്ട് പോവുകയാണ്. ഇനി റെയിൽവേ സ്റ്റേഷനാണ് അടുത്ത്. സന്തോഷ് കുളങ്ങരയാണല്ലേ. ഇവിടുത്തെ ഒരു നൈറ്റ് ക്ലബ്ബാണ് ക്ലബ്. അതന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ, പറഞ്ഞല്ല. ഇവിടുത്തെ ഒരു പബ്ബാണ്. നമ്മളുടെ ഫുട്ബോൾ കാണുന്ന ഇവിടെയാണ്. എന്നാലും ഇതിലോട്ട് പോകുന്ന വഴിക്ക് എല്ലാം വെച്ചിട്ട് പിടിച്ചു പോയാലും പറ്റും. പട്ടിപ്പോൾ കടിച്ച ശേഷം ക്രോസ് ചെയ്ത്
സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സുഹൃത്തുക്കളെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഇന്ന് ഓഫീസിൽ പോകേണ്ടത് ഈ റെയിൽവേ സ്റ്റേഷനിലൂടെയാണ്. ഓക്കെ, ടിക്കറ്റ് എടുക്കുന്ന മെഷീൻ ഇതിലൂടെ എടുക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാതെ പോകാമെന്നല്ല, അവിടെ നമുക്ക് നമ്മുടെ കോണ്ടാക്ട്ലെസ് ടാപ്പിംഗ് ചെയ്യാം. പക്ഷേ ഇപ്പം ടാപ്പിംഗ് ചെയ്താൽ നമുക്ക് റേറ്റ് കൂടുതലാണ്. ഓഫ് പീക്ക് ആവില്ല, പീക്ക് തന്നെയായിരിക്കും. 10 പൗണ്ടിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ 9:15 കഴിഞ്ഞ് ടാപ്പിംഗ് ചെയ്താൽ അത് കുറവുണ്ട്. അതുകൊണ്ട് 10 മിനിറ്റ് ഞാൻ നേരത്തെയാണ്. അപ്പം അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്, കോണ്ടാക്ട്ലെസ് ടാപ്പ് ചെയ്ത് അങ്ങനെയാണ് ട്രെയിൻ കയറുന്നത്. നമ്മുടെ ട്രെയിൻ 9:24 പാഡിങ്ടൺ. GWR ആണ് നമ്മുടെ ട്രെയിൻ. ഇവിടെ നിന്ന് മാർലോയ്ക്ക് പോകാൻ കിടക്കുകയാണ്. അതും GWR. നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ റെയിൽവേ ഒരൊറ്റ കമ്പനിയാണ് എൻ്റയർ ഇന്ത്യ റെയിൽവേ നടത്തുന്നത്. ഇവിടെ ഡയറക്ഷൻ വെച്ചിട്ടാണ് ലണ്ടനിൽ നിന്ന് വെസ്റ്റിലോട്ട് GWR, ഈസ്റ്റിലോട്ട് വേറൊരു കമ്പനി, നോർത്തിലോട്ട് അവന്തി, അങ്ങനെ കുറേ കമ്പനി, ചിൽട്ടൺ റെയിൽവേയൊക്കെ, സൗത്തിലോട്ട് SWR, അങ്ങനെ പല കമ്പനികളാണ്, തിങ്സ്, അങ്ങനെ പല കമ്പനികളുണ്ട്. എല്ലാം പ്രൈവറ്റ് കമ്പനിയാണ് നടത്തുന്നത്. നിക്കോളാസ് വിൻറ്റൺ, പുള്ളി ലോകത്തിന് വേണ്ടി ചെയ്ത ഒരു കാര്യത്തിന് വേണ്ടി ഇന്ത്യൻ ഇമ്പോർട്ടൻസ് അറിയിക്കാനും വേണ്ടിയാണ് പുള്ളിയുടെ പ്രതിമ ഇവിടെ റിമെമ്പർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പുള്ളിയാണ് വേൾഡ് വാർ ടൈമിൽ നാസി ജർമ്മനിയിൽ നിന്ന് ജൂയിഷ് ആയിട്ടുള്ള കിഡ്സിനെ, ബേബീസിനെയും ഇവാക്യുവേറ്റ് ചെയ്ത് രക്ഷപ്പെടുത്തിയത്. നമ്പർ എത്ര പിള്ളേരാണെന്ന് ഓർക്കുന്നില്ല. മോർ ദാൻ 50 or 100 I guess. അതിൻ്റെ റിമെമ്പേഴ്സിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. പുള്ളി ഈ നീഡൻ ഹെഡ് റീജിയനിൽ എവിടെയാണ് താമസിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ഓഫ് പീക്ക് ആയതുകൊണ്ടും 9:24 ഫസ്റ്റ് ഓഫ് പീക്ക് ട്രെയിൻ ആയതുകൊണ്ടും ലണ്ടനിൽ 9:45 എത്തുന്നത് കൊണ്ടും നല്ല തിരക്കാണ്. ഇടിച്ചു കുത്തിയ ആളുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഇടിച്ചു കുത്തി കയറണം. ഇതും GWR തന്നെ. നമ്മുടെ മയിൽവാഹനം വന്നിരിക്കുകയാണ്. ടു ഓഫീസ് ലണ്ടൻ പാഡിങ്ടൺ. This is a Great Western Railway service to London Paddington. The next station is Slough. ലണ്ടൻ പാഡിങ്ടൺ. നീഡൻ ഹെഡിൻ്റെയും ടാപ്പിലൂടെയും പച്ചപ്പ് ഹരിതാപ്പിലൂടെയും പുഴയിലൂടെയും ഒക്കെ കടന്നു പോവുകയാണ് ട്രെയിൻ. അതാ ഗൈസ് കടന്നു പോകുന്നത്. ടാപ്പിലോ നീഡൻ അടുത്തുള്ളൊരു സ്ഥലമാണ്. അതിലൂടെയാണ് കടന്നത്. ഇവിടെ സ്റ്റോപ്പില്ല.
ഈ ഡോർ അറിയുമ്പം നമുക്കല്ലേ ട്രെയിനിൻ്റെ ഡോറാണ് ഓർമ്മ വരുന്നത്. ഡോർ അടയ്ക്കാതെ അറ്റത്ത് നിന്ന് പോയതൊക്കെ ഓർക്കുന്നു. വേണാടയിലും പരശുരാമയിലും പാലരുവിയിലും പാസഞ്ചർ റെയിലും ഒക്കെ ഡോർ അടയ്ക്കാതെ പോവുകയില്ല വണ്ടി. അത്ര ആളാണേലും ഡോർ അടയ്ക്കാതെ വണ്ടി എടുക്കുകയിലും. അയ്യോ, ഏറ്റവും ലാസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് ഓണർ ഉദ്ദേശിച്ചത്. സോറി ഗൈസ്. സ്റ്റേഷൻ കൂടെ കാണിക്കാറ് ലണ്ടൻ പാഡിങ്ടൺ. കാർഡ് വേണമല്ലോ. ടാപ്പ് ഔട്ട് ചെയ്തില്ലെങ്കിൽ മാക്സിമം പൈസ മണിക്കൂറോളം കോൺടാക്ട്ലെസ് ലാസ്റ്റ് ഷോറാണ് ഓണം വരെ ഉപയോഗിച്ചത്. പക്ഷേ ഈ മാസം 3 പ്രാവശ്യം വരെ നമുക്ക് എന്താ ശരി ടാക്സി. പാഡിങ്ടൺ സ്റ്റേഷൻ്റെ 13ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നിർത്തി. അത് അപ്പുറത്തെ പ്ലാറ്റ്ഫോമായിരുന്നു എൻ്റെ സ്റ്റേഷൻ്റെ ഫേസ് സൈഡ് കാണിക്കുന്നത്. തിരിച്ചു പോകാൻ പാട്ടല്ലേ? ഓക്കെ, because it's already time to be in the office. Yeah. Or ഒരു വാട്ടർ ബോഡിയാണ്. ആ പാലത്തിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് മനസ്സിൻ്റെ ഓഫീസ്. ഇതിൻ്റെ ഈ വാട്ടർ ബോഡിയൊക്കെ കണ്ട് കുഞ്ഞു ബോട്ട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. കുറച്ച് പേരവിടെ നിന്ന് പുകയ്ക്കുന്നുണ്ട്. സ്മോക്കിംഗ് ബ്രേക്ക് ആയിരിക്കും, കേട്ടോ. അപ്പോൾ അതാണ് ഓഫീസ്. ഫുഡ് ട്രക്സൊക്കെ ഉണ്ട്. ഇത് കയറുവാണ്. സൈഡിൽ വന്നത് വണ്ടിയെല്ലാം ഇതെല്ലാം ഫുഡ് ട്രക്കാണ്. ഈ ഏരിയ കുറേ ഓഫീസുകളുടെ ഏരിയ ഉണ്ട്. ഈ ഫുഡ് ട്രക്കുകാരെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. നല്ല വരുമാനമാണ്, നല്ല ബിസിനസ് കിട്ടും. ഞങ്ങളൊക്കെ പണി കെട്ടിക്കുന്നതിനും കൂടുതൽ അതിൽ നിന്ന് കിട്ടുന്നതാണ്. താഴെ വഴിക്കാറുണ്ടല്ലേ, നമ്മൾ വണ്ടിക്കൊപ്പം ഓഫീസിൻ്റെ ഫ്രണ്ട് കാണാം. ഇതൊരു പബ്ബാണ്, ഈസ്റ്റ് ബാംഗ്ലൂർ. ഓഫീസ്
ചില്ല കൊട്ടാരത്തിലാണ് ഞങ്ങളുടെ ഓഫീസ്. ഇടയ്ക്ക് ഓഫീസ് കോൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് These are the things which we want to discuss after your report. ഓ ഗൈസ്, ചെറിയൊരു ലിവിങ് ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. കഴിഞ്ഞിപ്പം പോകുന്നതേ ഉള്ളൂ ഓഫീസ് കഴിഞ്ഞ്. ഇതാണ് ഓഫീസിൻ്റെ രാത്രി ഭാഗങ്ങൾ. ആർക്കെങ്കിലും വെള്ളത്തിൽ ചാടണോ? വേണ്ടല്ലേ, വേണ്ട. നമ്മൾ പോകുന്നു, വീട്ടിൽ പോകുന്നു. ഇതാണ് ഗൈസ് പാഡിങ്ടൺ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ നമ്മൾ ഡിക്കോട്ട് പാർക്ക് വേ ട്രെയിനിൽ കയറുകയാണ്. ഇതാകുമ്പോൾ അടുത്ത സ്റ്റോപ്പ് മെയ്ഡൻ ഹെഡ് ആണെന്ന് തോന്നുന്നു. ആണോ? അല്ല, സ്ലൗ ഉണ്ട്. സ്ലൗ കഴിഞ്ഞ് മെയ്ഡൻ ഹെഡ്. ഒരുപാട് സൈക്കിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിക്കോട്ട് പാർക്ക് വേക്ക് കയറുകയാണ്. ഇവിടെ ഇരിക്കും. സൈഡ് സീറ്റ് ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഉണ്ടോ എന്ന്. ഓക്കെ, കയറുന്നു. നമ്മൾ തിരിച്ച് മെയ്ഡൻ ഹെഡ് എത്തിയിരിക്കുകയാണ്. അതായിരിക്കുന്നു നമ്മുടെ നിക്കോളാസ് വിന്റൺ. ഒരുപാട് ആളുകൾ ഓഫീസ് വിട്ട് പോകുന്ന വഴിയാണ്. ടാപ്പ് ഔട്ട് ചെയ്തില്ലെങ്കിൽ ഫുൾ പൈസ പോകും. ടാപ്പ് ഔട്ട് ചെയ്താൽ പിറ്റേ ദിവസം വെളുപ്പിന് 4 മണിയാകുമ്പോഴത്തേന് amount would be debited from the corresponding card. That's how it is done. Tap out ചെയ്താൽ a full journey cycle ആവും. So you have to do that. So I'm heading back home for the day, and it's been a hell of a day today. Living drinks, bowling, working, obviously. So yep, that's me. Thank you. Yeah.